അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ട് ഡെൻമാർക്ക് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. എങ്ങനെയൊക്കെയോ 1-1 സമനില ഇംഗ്ലണ്ട് പിടിച്ചു. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. ഇപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ സൗത്ത് ഗേറ്റ് ഗോൾഡൻ ഇംഗ്ലണ്ട് ടീമിനെ ഇഞ്ചിഞ്ചായിട്ട് കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയൊക്കെയോ 1-1 സമനില പിടിച്ചു. പക്ഷെ ഡെൻമാർക്ക് ജയിക്കേണ്ട കളിയാണ്. അവർ കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. ചെറിയ വ്യത്യാസത്തിലാണ് വിജയം അവരെ കയ്യിൽ നിന്ന് പോയത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ അർണോൾഡിനെ മിഡ്ഫീൽഡ് കൊണ്ടുവന്ന് കളിപ്പിച്ചു. അത് തീരെ വർക്കൗട്ട് ആയില്ല എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഫസ്റ്റ് ഹാഫിൽ അർണോൾഡിനെ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നു. യാതൊരു വിധത്തിലുള്ള ട്രാൻസിഷനും ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആകെ ഒരു അറ്റാക്കിംഗ് സോഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങിലെ ആ 2 പേരാണ്. കോൾ വോക്കറോ സാക്കിയോ വല്ലപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. മിഡ്ഫീൽഡിലൂടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് വിങ്ങിലൂടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇംഗ്ലണ്ടിന് എന്ത് പറ്റി എന്നുള്ള കാര്യം നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേര് മാറ്റിയിട്ട് ബാക്ക് പാസ് FC അല്ലെങ്കിൽ മിഡിയോക്കർ FC എന്നൊക്കെ മാറ്റേണ്ടി വരും. കാരണം ഒരു അറ്റാക്കിംഗ് മൊമെന്റം, ഇപ്പൊ ബെല്ലിംഗാം എങ്ങനെയൊക്കെ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്ത് ആ ബോളുമായിട്ട് മുമ്പോട്ട് പോയി ഒരു പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പാസ് തിരിച്ചിട്ട് ബാക്കിലേക്ക് കൊടുക്കും. മിഡ്ഫീൽഡിൽ നിന്ന് തിരിച്ചിട്ട് ഡിഫൻസിലേക്ക് പോകും. ഡിഫൻസിൽ നിന്ന് ഗോൾ കീപ്പറിലേക്ക് പോയി വീണ്ടും ബിൽഡപ്പ് ചെയ്യുന്നു. വളരെ സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. 2 സെക്കൻഡോ 3 സെക്കൻഡോ ഒക്കെ ബോൾ ഹോൾഡ് ചെയ്യുന്നു. റൈറ്റ് വിങ് കൊടുക്കുന്നു, മിഡ്ഫീൽഡിൽ വരുന്നു, തിരിച്ചിട്ട് പാരലൽ പാർക്ക് ചെയ്യുന്നു, ബാക്കിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതുപോലുള്ള പരിപാടിയാണ് പല സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ മൊമെന്റം കില്ലായി, നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഇംഗ്ലണ്ട് അറ്റാക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സെറ്റപ്പിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും? പുള്ളി കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ യൂറോയിലും അതിനു മുമ്പുള്ള വേൾഡ് കപ്പിലൊക്കെ കണ്ടിട്ടുള്ള കാര്യം, അത് സോൾവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്കിംഗ് ആയിട്ട് കുറച്ച് ഫ്രീഡം കൊടുക്കുക, ഫോർഡനെ കുറച്ച് അപ്രന്റ് കളിപ്പിക്കുക, ബെല്ലിംഗാമിനോട് മുമ്പോട്ട് പോകാൻ പറയുക, കെയ്നെ ഒരു ടാർഗറ്റ് മാനായിട്ട് വെക്കുക. ഇതൊന്നും ചെയ്യാതെ മിഡ്ഫീൽഡിൽ 5 പേരെ വെച്ചുകൊണ്ട് ബോൾ ഹോൾഡ് ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത് സൗത്ത് ഗേറ്റ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ കളിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിന്റെ കഴിഞ്ഞ പാടിന്റെ പുറത്തേക്ക് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇപ്പോൾ ഡെൻമാർക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറിക്സൺ നല്ല പ്ലേ മേക്കർ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഹോയ്ലാൻഡ് വിൻഡൊക്കെ നന്നായിട്ട് തന്നെ കളിച്ചു. അവർ വലിയ രീതിയിൽ തന്നെ റൈറ്റ് വിങ്ങിലൂടെ അറ്റാക്ക് അഴിച്ചു വിടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗോളും അവരെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗോൾ ഭയങ്കര ലക്കി ഗോൾ എന്ന് പറയേണ്ടി വരും. കോൾവാക്കറിന്റെ സ്പീഡ് കൊണ്ട് ആ ബോൾ കിട്ടി, ചെറിയ ഡിഫ്ലക്ഷനോടെ കെയിന്റെ കാലിലേക്ക് വന്നു. കെയിൻ അത് ഫിനിഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഗോൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തോക്കേണ്ട മത്സരമായിരുന്നു. 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. ഫോർഡന്റെ ഒരു ഷോട്ട് ക്രോസ് ബാർ തട്ടി ഡിഫ്ലക്റ്റ് ആയി, മറ്റൊരു ഷോട്ട് പുറത്തേക്ക് പോയി. സാക്കയ്ക്ക് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇംഗ്ലണ്ടിന്റെ കാര്യം നോക്കുമ്പോൾ ഈ ചാൻസ് ഒന്നും പോരാ. നിങ്ങൾക്ക് കളി ജയിക്കണമെങ്കിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യണം, കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യണം, ഫിയർലെസ് ആയിട്ട് കളിക്കണം. ഇതൊന്നും ഇംഗ്ലണ്ടിന്റെ DNA ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നു, എങ്ങനെയെങ്കിലും ഈ സൗത്ത് ഗേറ്റിനെ സാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഈ സീസൺ കൊളാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇതുപോലുള്ള പെർഫോമൻസുകൾ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഫാൻസ് ഒക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളി എടുത്തോളം കാലം യാതൊരു പ്രതീക്ഷ ഈ ഒരു ഇംഗ്ലണ്ട് ടീമിന് വെച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും ഡെൻമാർക്ക് അടിപൊളിയായിട്ട് തന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ കളിച്ചു. ഇപ്പൊ ഡാംസ്റ്റോഡൊക്കെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായിട്ട് അറ്റാക്കിംഗ് മൊമെന്റം കൊണ്ടുവന്നു. അവരുടെ ട്രാൻസിഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. റൈറ്റ് വിങ്ങിലൂടെ 1-2 പാസസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എത്തിക്കാൻ സാധിച്ചു. ചെറിയ വ്യത്യാസത്തിലാണ് അത് കൺവേർട്ട് ചെയ്യാൻ പോവാതെ പറ്റിയത്. അപ്പൊ എന്തായാലും നല്ലൊരു പെർഫോമൻസ് ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു, അത് നടന്നില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.